നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വർണ്ണവിസ്മയങ്ങൾ കൊണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്ന നാടാണ് UAE. അറബ് ലോകത്ത് ഏവർക്കും പ്രിയപ്പെട്ട ഇടം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമാണ് UAE. പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ കരുതുന്ന ഒരിടം. ഇപ്പോഴത്തെ അത്തരത്തിൽ UAE പ്രസിദ്ധമാർന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഷാർജ നാഷണൽ റൗണ്ട് ബോട്ടിൽ നിന്ന് ഫുജൈറ വരെ ചെന്നെത്തുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ സ്വർണ്ണമണൽ പായയിൽ ചരിത്രമുറങ്ങുന്ന മലീഹയിൽ എത്താൻ സാധിക്കും. പൗരാണികതയുടെ സുഗന്ധമുള്ള കാറ്റ് സഞ്ചാരികളെ ഏവരെയും വരവേൽക്കാനെത്തും. വേലിക്കപ്പുറത്ത് ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ടാകും. 1.5 ലക്ഷം വർഷം മുമ്പേ മനുഷ്യൻ ജീവിച്ച ഭൂമിയാണിത് എന്നതും മറക്കരുത്. നിരവധി ഉത്ഖനനങ്ങളിലൂടെയാണ് പുരാവസ്തു വകുപ്പ് മലീഹയുടെ ജനവാസ ചരിത്രം കുറിച്ചിട്ടത് തന്നെ. മണ്ണിനടിയിൽ പുതഞ്ഞുകിടക്കുന്ന കോട്ടകളും പാർപ്പിട മേഖലകളും ശ്മശാനങ്ങളും കാർഷിക ഭൂമികളും ഉത്ഖനനത്തിൽ തെളിഞ്ഞു വരികയുണ്ടായി. പല കാലങ്ങളിലായി വിവിധ സംസ്കാരങ്ങൾ മലീഹയിൽ വസിക്കുകയും ചരിത്രങ്ങൾ രചിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. കാറ്റും മണ്ണും കൂടിക്കലർന്ന് മലകളായി മാറിയ ജൈവികത ആവോളമുണ്ട് ഏവർക്കും ആസ്വദിക്കാൻ. എന്നാൽ കഥകൾ പറഞ്ഞു തുടങ്ങിയാലോ നിർത്താനാവില്ല. മലീഹയിലെ മലകൾക്കും മരുഭൂമികൾക്കും സംസ്കാരങ്ങൾ ഉദിച്ചുയരുകയും അസ്തമിച്ചൊടുങ്ങുകയും ചെയ്തെന്ന ചരിത്രങ്ങൾ. ആ ചരിത്ര കഥകളുടെ ശേഷിപ്പുകൾ നിറയെ മലീഹയിൽ ഏവർക്കും കാണുവാൻ സാധിക്കും. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശങ്ങളിലൂടെ വികസിച്ച മലീഹ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന വിനോദ മേഖലയായി മാറിയിരിക്കുകയാണ്. അറിവും വിനോദവും സാഹസികതയും എല്ലാം നൽകി നമ്മെ വരവേൽക്കുന്ന ഇടം. സാഹസികത, ചരിത്രാന്വേഷണം, സഞ്ചാരം തുടങ്ങി വിവിധ മേഖലകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇവിടേക്ക് വരാവുന്നതാണ്. കാഴ്ചയുടെയും അനുഭവങ്ങളുടെയും അക്ഷയ ഖനിയാണ് മലീഹ കാത്തുവച്ചിരിക്കുന്നത്. അതായത് ഷാർജ നഗരത്തിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് മലീഹ എന്ന പൗരാണിക ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഷാർജ മലീഹ ഹൈവേ ഈ സൈകത ഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. തലമുറകളുടെ ശേഷിപ്പുകൾ ഈ മരുഭൂമിയിലും മലയിടുക്കുകളിലും നിറയുണ്ട്. 1.35 ലക്ഷം വർഷം മുമ്പ് മലീഹയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഇതുകൂടാതെ അക്കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മലീഹ ആർക്കിയോളജിക്കൽ സെന്ററിൽ കാണുവാൻ സാധിക്കും. ആദിമ മനുഷ്യ സമൂഹം ജീവിച്ച ഗുഹകളും പാറക്കെട്ടുകളും ഇന്നും മലീഹയിലുണ്ട്. അന്ന് വരണ്ടുണങ്ങിയ മരുഭൂമി ആയിരുന്നില്ല മലീഹ. ജലസമൃദ്ധമായിരുന്ന മലീഹയിലാണ് ആദിമ മനുഷ്യനും വേര് പിടിച്ചത്. കാലം മലീഹയെ മരുഭൂമിയാക്കിയെങ്കിലും പഴയ കാലത്തിന്റെ ഓർമ്മകളിൽ തളർത്തു നിൽക്കുന്ന പച്ചപ്പുകളുണ്ട് ഈ മരുഭൂമിയിൽ. ബലജ് ജലസേചന പദ്ധതികളുടെ ശേഷിപ്പുകൾ കാലം കാത്തുവച്ചിട്ടുമുണ്ട്. 10,000 വർഷം മുമ്പ് ജീവിച്ച ജനസമൂഹത്തിന്റെ തെളിവുകളും മലീഹയിൽ കാണുവാൻ സാധിക്കും. AD 350 വരെ മലീഹയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. അക്കാലത്തെ കൊട്ടാരവും കോട്ടയും കല്ലറകളും ഇന്നും ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം പഴയ കാലത്തെ ശവക്കല്ലറുകളും. മലീഹയിൽ നിന്ന് കണ്ടെടുത്ത പല കാലഘട്ടങ്ങളിലെ ചരിത്രശേഷിപ്പുകളുടെ കാഴ്ചകളുണ്ട് ആർക്കിയോളജിക്കൽ സെന്ററിൽ. പാലിയോലിത്തിക് കാലഘട്ടം മുതൽ പ്രീ ഇസ്ലാമിക് കാലഘട്ടം വരെയുള്ള ശേഷിപ്പുകളാണ് ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. സ്വർണ്ണവർണ്ണം അണിഞ്ഞ മരുഭൂമിക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഫോസിൽ റോക്ക് എന്ന വിസ്മയം ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് ഈ ഭൂവിഭാഗം കടലിലായിരുന്നുവെന്ന സാക്ഷ്യപ്പെടുത്തുന്ന കടൽ ജീവികളുടെ ഫോസിലുകളാണ് ഈ പാറ നിറയെ. ഇനിയുള്ളത് ക്യാമൽ റോക്കാണ്. മരുഭൂമിക്ക് നടുവിൽ ഒരൊട്ടകം വിശ്രമിക്കുന്നതാണ് തോന്നുന്ന വിധത്തിൽ ആദ്യ കാഴ്ചയിൽ ക്യാമൽ റോക്ക്. മലീഹയിൽ ഏറ്റവും വലിയ മണൽക്കുന്നായ ജബൽ ഫയലിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി സാഹസികതയെ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുകയുമാകാം. ഒപ്പം ഒരിക്കലും മറക്കാനാകാത്ത സൂര്യാസ്തമയവും നുകരാം. കുതിരസവാരി പഠിക്കാനും മരുഭൂമിയിൽ അസ്തമയ സൗന്ദര്യം ആസ്വദിക്കാനും അവസരമൊരുക്കി സന്ദർശകരെ മലീഹ വരവേൽക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.